വടകരയുടെ മണ്ണിലെ വിസ്മയത്തിൽ ചരിത്രം രേഖപ്പെടുത്തി. ഒരു നാടിന്റെ അടയാളമായി ഉയർന്ന വടകര സെന്റ് ജോർജ് ഓർത്തഡോക്സ് സുറിയാനി പള്ളിയുടെ കവാടത്തിനൊപ്പം പള്ളിയുടെ ചരിത്രവും ചേർക്കപ്പെട്ടു. വടകര പള്ളിയുടെ പ്രധാന പെരുന്നാളായ കുംഭം 8 പെരുന്നാളിനോടനുബന്ധിച്ചാണ് പള്ളിയുടെ ആരംഭത്തെ കുറിക്കുന്ന ചരിത്രവും യോഹന്നാൻ മംദാന കർത്താവിന് നൽകുന്ന സ്നാനത്തിന്റെ ചിത്രവും ഉൾക്കൊള്ളിച്ചുകൊണ്ട് നിർമ്മാണം പൂർത്തീകരിച്ചിരിക്കുന്നത്. ഇടവക മെത്രാപ്പോലീത്ത ഡോക്ടർ തോമസ് മാർ അത്താനാസിയോസ് ആശീർവദിച്ച നിർമ്മിതി പൊതുജനങ്ങൾക്കായി തുറന്നു നൽകി. കവാടം തിരുസന്നധിയിൽ ഞങ്ങൾ സമർപ്പിക്കുന്ന ഇടവയെ അനുഗ്രഹിക്കണമേ. നേതൃത്വം നൽകിയ വൈദികരെയും ഈ പണികൾക്കെല്ലാം നേതൃത്വം നൽകിയ ഭരണസമിതിയെയും സഹകരിച്ച എല്ലാവരെയും നീ വാഴ്ത്തി അനുഗ്രഹിക്കണമേ. എല്ലാവർക്കും മനസ്സിൽ അനുഗ്രഹീതമായ ഒരു അനുഭവമായി തീർക്കുകയും ഈ കവാടം തിരുസന്നിധി സമർപ്പിക്കുമ്പോൾ അത് സ്വീകരിച്ച് ഇടവക എല്ലാ പ്രവർത്തനങ്ങളെയും നീ അനുഗ്രഹിക്കുകയും ചെയ്യണം. ഇടവക വികാരി ഫാദർ ഏലിയാസ് ജോൺ മണ്ണാത്തിക്കുളം, സഹവികാരിമാരായ ഫാദർ അഗസ്റ്റിൻ പുല്ലുകാല, ഫാദർ അജീഷ് ബാബു, ഫാദർ ഗീവർഗീസ് ബേബി എന്നിവർ പ്രാർത്ഥനാ ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകി. 2023 നവംബറിലാണ് പള്ളിയുടെ പുനരുദ്ധാന പ്രവർത്തനങ്ങളുടെ ഭാഗമായി പ്രൗഢഗംഭീരമായ കവാടം നിർമ്മിച്ചു തുടങ്ങിയത്. 3 ഘട്ടങ്ങളിലായാണ് പള്ളിയുടെ പുനരുദ്ധാന പ്രവർത്തനങ്ങൾ നടന്നത്. അതിൽ ഏറ്റവും ശ്രദ്ധിക്കപ്പെട്ട നിർമ്മാണങ്ങളിൽ ഒന്നായിരുന്നു പള്ളിയുടെയും നാടിന്റെയും അടയാളപ്പെടുത്തലായി നിർമ്മിച്ച കൂറ്റൻ കമാനം. നാടിന്റെ അഭിമാനമായ ഈ നിർമ്മിതി കേവലം 90 ദിവസം കൊണ്ടാണ് പൂർത്തീകരിച്ചത്. ഇതിനായി പള്ളിയിൽ പ്രത്യേക നിർമ്മാണ കമ്മിറ്റി രൂപീകരിക്കുകയും നിർമ്മാണ കമ്മിറ്റിയുടെ മേൽനോട്ടത്തിലുമാണ് ഈ ഒരു പുതിയ മുഖം ഉയർന്നത്. സ്പേസ് ആർട്ട് ആർക്കിടെക്ചർ കമ്പനിയുടെ ഡിസൈനിൽ ആദർശ് ബിൽഡേഴ്സ് ആണ് നിർമ്മാണം പൂർത്തീകരിച്ചിരിക്കുന്നത്. നമുക്കെല്ലാവർക്കും വളരെ സന്തോഷം നൽകുന്ന ഒരു അനുഭവമാണ്. ഏറെക്കാലമായിട്ട് നമ്മുടെ ഇടവകയിൽ വിശ്വാസികൾ അനുഭവിച്ച ഒരു പ്രയാസ കാലഘട്ടങ്ങൾ അവസാനിപ്പിച്ച് ഇടവകയുടെ ഒരു പുനരുത്ഥാനത്തിന്റെ കാലഘട്ടമായ ദൈവം നമുക്ക് തന്നു. അതൊരു പുതിയ അനുഭവമായ ഇടവകങ്ങൾക്ക് ഇത് അനുഭവപ്പെടുന്ന ഒരു സന്ദർഭമാണ്. ഈ ദേവാലയത്തിന്റെ ആയിട്ടുള്ള നവീകരണ പ്രവർത്തനങ്ങളെല്ലാം ഏതാനും വർഷങ്ങളായിട്ട് നടക്കുന്നു. അപ്പോൾ അതോടൊപ്പം ദേവാലയത്തിലേക്ക് കടന്നു വരുന്ന ഈ കവാടം അതും പുനർനിർമ്മിക്കപ്പെട്ട് സമർപ്പിക്കപ്പെടുന്ന ഒരു അനുഭവമാണ്. അത് തീർച്ചയായിട്ടും ഇടവക ജനങ്ങളുടെ മനസ്സിലും സ്ഥലവാസികളുടെ മനസ്സിലും സൃഷ്ടിക്കുന്ന ഒരു സന്തോഷം വളരെ വലുതാണ്. നമ്മൾ ഏറെ നാളായിട്ട് ആഗ്രഹിച്ച ഒരു പ്രവർത്തനമാണ് ഇന്ന് പൂവണിയുന്നത്. പൗരാണികമായിരിക്കുന്ന ഈ ദേവാലയത്തിന്റെ പ്രധാന കവാടം കഴിഞ്ഞ വർഷം നമ്മൾ പണി പൂർത്തീകരിച്ചെങ്കിലും അതിന്റെ ഭാഗം എന്ന നിലയിലുള്ള ഈ ഒരു ഭാഗം പൂർത്തീകരിക്കാനായിട്ടും സാധിച്ചിരുന്നില്ല. എന്നാൽ ഇടവകയുടെ പ്രധാന പെരുന്നാളിനോടനുബന്ധിച്ച് പള്ളിയുടെ ആരംഭത്തെ കുറിക്കുന്നതായ ആ ചരിത്രവും അതുപോലെ തന്നെ യോഹന്നാൻ മംദാനയുടെ സ്നാനത്തിന്റെ കർത്താവിന് നൽകുന്ന സ്നാനത്തിന്റെ ചിത്രവും ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് നമുക്ക് ഇതിന്റെ നിർമ്മാണം പൂർത്തീകരിക്കുവാൻ സാധിച്ച ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. വൈദികരും ഇടവക അംഗങ്ങളും പങ്കെടുത്ത ചടങ്ങിൽ സ്പേസ് ആർട്ട് ആർക്കിടെക്ചർ കമ്പനി ഉടമ ഷോണിൻ സി സൈമൺ, ആദർശ് ബിൽഡേഴ്സ് ഉടമ മാർട്ടിൻ കണ്ടത്തിൽ, ടെക്നിക്കൽ അഡ്വൈസർ ജോയി മർക്കോസ്, നിർമ്മാണ കാലയളവിലെ ട്രസ്റ്റിമാരായ മനോജ് പി ജോസഫ്, ജോയ്കുട്ടി മംഗലത്ത്, ചെറിയാൻ കാക്കനാട്ടുപറമ്പിൽ, ബേബി തോമസ്, സെക്രട്ടറിമാരായ സാബു ജോൺ, ജോയി മോളേത്ത്, കൺസ്ട്രക്ഷൻ സബ് കമ്മിറ്റി അംഗങ്ങൾ, മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ എന്നിവരോടുള്ള നന്ദി രാജീവ് കുരുവിള രേഖപ്പെടുത്തി. വിറ്റ്നസ് ടു ലിവിംഗ് ഹെറിറ്റേജ് എന്ന പ്രോജക്റ്റിന്റെ സമാപനം ഇവിടെ കുറിക്കുകയാണ്. ഇത് 3 ഫേസ് ആയിട്ടാണ് നമ്മൾ ഈ പ്രോജക്റ്റ് ഇവിടെ പൂർത്തീകരിച്ചത്. ഏലിയാസ് മണ്ണാത്തിക്കുളം അച്ഛൻ വടകര പള്ളിയുടെ വികാരിയായി സ്ഥാനമേറ്റത് അന്ന് മുതൽ നമ്മൾ അച്ഛനോട് ഇങ്ങനെ ഒരു വലിയൊരു ആർച്ച് നമുക്ക് പള്ളിക്ക് ഒരു പേരുണ്ടാകണം, പള്ളിയുടെ പ്രൗഢിയും പൗരാണികതയും നിലനിർത്തുന്ന തരത്തിലൊരു ആർച്ച് ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുകയും അച്ഛൻ അതിനോട് സർവാത്മത അംഗീകരിക്കുകയും അങ്ങനെ നമ്മൾ ഒരു ആർക്കിടെക്റ്റിനെ കണ്ടെത്തി. കൊച്ചി വൈറ്റിലയിലുള്ള സ്പേസ് ആർട്ട് എന്ന കമ്പനിയിലെ ഷോണിൻ സി സൈമൺ എന്ന ആർക്കിടെക്റ്റാണ് നമുക്ക് ആദ്യമായിട്ട് ഡിസൈൻ വരച്ചു തന്നത്.
ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ് എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ ആദ്യത്തെ ഡ്രോയിങ് തന്നെ നമ്മൾ എല്ലാവരും ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഈ ഡിസൈൻ അംഗീകരിച്ചു. തുടർന്ന് ഇതിന്റെ ആദ്യഘട്ട പ്രവർത്തനങ്ങളാണ് നടന്നത്. അതിന്റെ ആർച്ച് ഉണ്ടാക്കുക എന്നുള്ളതാണ് നമ്മുടെ ആദ്യഘട്ട പ്രവർത്തനങ്ങൾ. ഈ ആർച്ച് 90 ദിവസം കൊണ്ട് തീർക്കണം എന്നുള്ളതായിരുന്നു നമ്മുടെ ഒരു അൾട്ടിമാറ്റം. ആ യുദ്ധകാലാടിസ്ഥാനത്തിലാണ് ഇങ്ങനെ 90 ദിവസം കൊണ്ട് ഈ ആർച്ച് പൂർത്തീകരിച്ചത്. കാരണം നമ്മുടെ പെരുന്നാൾ അടുത്ത് വരുന്നു. നമ്മൾ 2023 നവംബർ മാസം 3-ാം തീയതിയാണ് ഈ പ്രോജക്റ്റിന് തുടക്കം കുറിച്ചത്. അത് 2024 ഫെബ്രുവരി മാസം 2-ാം തീയതി ഇത് പൂർത്തീകരിച്ചു. അങ്ങനെ 1-ാം ഘട്ടം ഇവിടെ വളരെ ഭംഗിയോടായിട്ട് തന്നെ പൂർത്തീകരിക്കാൻ നമുക്ക് സാധിച്ചു. 2-ാം ഘട്ടമായിട്ടുള്ളത് ഈ പള്ളി റോഡിൽ നിന്ന് കാണാൻ പറ്റണം, ആർച്ചിന്റെ ഭാഗത്ത് നിന്ന് നോക്കുമ്പോൾ പള്ളിയെ നമുക്ക് കാണാൻ പറ്റണം എന്നുള്ള ഉദ്ദേശത്തോട് കൂടിയിട്ട് ഈ പള്ളിയുടെ ഗ്രൗണ്ട് ലെവലാക്കുക എന്നുള്ളത് വലിയൊരു ബൃഹത്തായ പദ്ധതിയായിരുന്നു. അതും നമുക്ക് വിജയപ്രദമായി നടത്താൻ കഴിഞ്ഞു. ഈ ഗ്രൗണ്ട് ലെവലാക്കുന്നതിനോടനുബന്ധിച്ച് ഒത്തിരിയും പേര് വളരെയേറെ ബുദ്ധിമുട്ടിയിട്ടുണ്ട്. അതൊക്കെ ഭംഗിയായിട്ട് നടത്താൻ കഴിഞ്ഞു. 3-ാമത്തതാണ് നമ്മുടെ ഇന്നിവിടെ കൂദാശ കർമ്മം നിർവഹിക്കപ്പെട്ട ഈ ബോർഡും ഇതിനോട് ചേർന്ന് വരുന്ന വടകരപ്പള്ളിയുടെ ചരിത്രമൊക്കെ കുറിക്കുന്ന ആലേഖനം ചെയ്ത ഈ വാസ്തുശില്പവും ഇന്ന് 3-ാം ഘട്ടമായിട്ട് നിൽക്കുകയാണ്. നമ്മൾ പിന്നിലോട്ട് കണ്ടുപിടിക്കുമ്പോൾ കഴിഞ്ഞ 2 വർഷങ്ങളിൽ ആയിട്ട് ഈ മൂന്ന് ഫേസിലായിട്ടാണ് ഈ പ്രോജക്റ്റ് നമ്മൾ നടപ്പാക്കിയത്. ഇതിന് നായകത്വം വഹിച്ച ഇതിൻ്റെ എല്ലാ ഘട്ടത്തിലും തീരുമാനമെടുത്ത് മുന്നോട്ട് പോകാനുള്ള ഊർജവും നമുക്ക് തന്ന ഏലിയാസ് മണ്ണാത്തിക്കുള്ള അച്ഛൻ്റെ ആ പങ്കിനെ നമുക്ക് വിസ്മരിക്കാൻ കഴിയില്ല. നമ്മുടെ ഇടവക വികാരി ഏലിയാസ് ജോൺ മണ്ണാത്തിക്കുള്ള അച്ഛൻ്റെ ഇടപെടലുകളും മാർഗനിർദ്ദേശങ്ങളുമാണ് നമുക്ക് ഊർജം പകർന്നത്. ഈ പ്രോജക്റ്റിനെ ഇത്രമാത്രം ലൈവാക്കി തീർക്കുവാൻ അച്ഛൻ വഹിച്ച പങ്ക് വളരെ നിസ്തുലമാണ്. അച്ഛന്റെ നേതൃത്വത്തിലാണ് ഇതിങ്ങനെ ആക്കി തീർത്തത് എന്ന് പറയുന്നതിൽ യാതൊരു സംശയവുമില്ല. ഒപ്പം തന്നെ അച്ഛനോടുള്ള നന്ദിയും കടപ്പാടും ഞാൻ രേഖപ്പെടുത്തുന്നു. ഒപ്പം തന്നെ നമ്മുടെ തിരുമേനി, നമ്മുടെ ഇടവക മെത്രാപ്പോലീത്തയായ അത്തനാസോസ് തിരുമേനിയുടെ പ്രവർത്തനങ്ങൾ, നമ്മളോടുള്ള ചേർന്നുള്ള പ്രവർത്തനങ്ങളും അതുപോലെ തിരുമേനിയുടെ ഗൈഡൻസും തിരുമേനിയുടെ ഉപദേശങ്ങളൊക്കെ നമ്മൾ സ്വീകരിച്ചിട്ടുണ്ട്. പള്ളിയുടെ ചരിത്രത്തെ സംബന്ധിച്ച് തിരുമേനിയാണ് എഴുതി തന്ന, അച്ഛനും തിരുമേനിയും കൂടി എഴുതി തന്ന ഈ ലിപികളാണ് ഇവിടെ ആലേഖനം ചെയ്യപ്പെട്ടിട്ടുള്ളത്. അങ്ങനെ നമ്മുടെ ട്രസ്റ്റിമാര്, സെക്രട്ടറിമാര്, അതുപോലെ തന്നെ മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ, സബ് കമ്മിറ്റി അംഗങ്ങളൊക്കെ വളരെയേറെ തോളോട് തോൾ ചേർന്ന് പ്രവർത്തിച്ചതിന്റെ ഫലമായിട്ടാണ് ഈ പ്രോജക്റ്റ്, ഈ 2 വർഷം നീണ്ട പ്രോജക്റ്റ് ഇവിടെ പൂർത്തീകരിക്കുന്നത്. അതോടൊപ്പം തന്നെ നമ്മുടെ സഹവികാരിമാരായ എല്ലാ അച്ഛന്മാരെയും ഈ തരത്തിൽ ഓർക്കുന്നു. അവർ പലപ്പോഴും നമ്മളോട് ഇതിന്റെ പ്രവർത്തനത്തെ പറ്റിയും ഇതിന്റെ ഇമ്പ്രൂവ്മെന്റിനെ പറ്റി സംസാരിച്ചിട്ടുണ്ട്. അജീഷ് ബാബു അച്ഛൻ പലപ്പോഴും വളരെ ഹ്രസ്വ സംഭാഷണങ്ങളിലൂടെയൊക്കെ ഇതിനെപ്പറ്റി വളരെ കാര്യമായിട്ട് സംസാരിക്കുകയും ഇതിന്റെ പ്രവർത്തനങ്ങൾക്ക് ചേർന്ന് നിന്നിട്ടുമുണ്ട്. ഇവരോടുള്ള നന്ദിയും കടപ്പാടും ഈ അവസരത്തിൽ സൂചിപ്പിക്കുന്നു. പ്രത്യേകിച്ച് 2 പേരെ ഞാൻ ഓർക്കാൻ ആഗ്രഹിക്കുന്നു. പ്രത്യേകിച്ച് ട്രസ്റ്റിമാരായ ജോയ്ക്കുട്ടി തോമസിനെയും മനോജിനെയും. കഴിഞ്ഞ 3 വർഷങ്ങളിൽ 2 ടേം ഇരുന്ന ഈ ജോയ്ക്കുട്ടി തോമസും ഈ മനോജും ഒക്കെ വളരെയേറെ ബുദ്ധിമുട്ടിയിട്ടുണ്ട് ഈ പ്രോജക്റ്റിന്റെ പൂർത്തീകരണത്തിന്. ഒപ്പം നമ്മുടെ സെക്രട്ടറിമാരായ സാബു അറക്കപ്പറമ്പിൽ, പിന്നെ നമ്മുടെ മറ്റൊരു സെക്രട്ടറിയായ ജോയി ചേട്ടൻ, ഇവരൊക്കെ അവരുടെ നിസ്തുലമായ സേവനങ്ങളെ ഓർക്കുന്നു. അത് നന്ദിയോടുകൂടി ഓർക്കുകയാണ്. ഒപ്പം തന്നെ ഇതിന്റെ പ്രോജക്റ്റിന്റെ തുടക്കം മുതൽ അവസാനം വരെ ഇതിന്റെ ടെക്നിക്കൽ അഡ്വൈസ് തന്ന് നമ്മളെപ്പോഴും കൂടെ നിന്ന് സഹായിച്ച എൻ്റെ സുഹൃത്തും സിവിൽ എഞ്ചിനീയറുമായ ജോയി മർക്കോസ്, അദ്ദേഹം കൊച്ചുപുത്തൻപുരയ്ക്കൽ കുടുംബാംഗമാണ്, പാലക്കുഴ ഓർത്തഡോക്സ് പള്ളി ഇടവാംഗമാണ്. അദ്ദേഹത്തിന്റെ സേവനങ്ങളെ ഞാൻ പ്രത്യേകം ഓർക്കുന്നു, അനുസ്മരിക്കുകയും ചെയ്യുന്നു. ഒപ്പം തന്നെ ഈ പള്ളിയിലെ നമ്മുടെ കക്ഷിഭേദമെന്നെ ഈ പള്ളിയിലെ പ്രവർത്തനങ്ങളുമായി ഇതിന്റെ പുരോഗമന പ്രവർത്തനങ്ങളുമായി കക്ഷിഭേദമെന്നെ സഹായിച്ചിട്ടുണ്ട്. ഈ പ്രോജക്റ്റിന്റെ ഓരോ നാടുവഴികളിലും കക്ഷിഭേദമെന്നെ ആൾക്കാർ പ്രാർത്ഥനയിലൂടെയും നമ്മൾ സഹായിച്ചു. ഈ എല്ലാവരോടുമുള്ള നന്ദി രേഖപ്പെടുത്തുന്നു. ഈ വടകരപ്പള്ളി എല്ലാവരാലും ഇഷ്ടപ്പെടുന്ന, ഏകോദര സഹോദരങ്ങളെ പോലെ വർത്തിക്കുന്ന, കക്ഷിഭേദമെന്നെ വസിക്കുന്ന ഒരു വലിയ മഹാ ഇടവകയായി തീരട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ഈ വടകര പ്രദേശം ഒരു തീർത്ഥാടന കേന്ദ്രമായി തീരട്ടെ എന്നും കൂടി പ്രാർത്ഥിക്കുന്നു. ഇവിടെയെങ്കിലും നല്ലൊരു കളക്ഷൻസ് ഉണ്ടായാൽ മതിയായിരുന്നു. ഹായ്, നമസ്കാരം. നമസ്കാരം. കുറച്ച് ടൈൽസ് ഒക്കെ വന്നത്. ഓക്കെ, വരൂ. എനിക്ക് നല്ല ഭംഗിയുള്ള വെറൈറ്റി ഡിസൈൻസ് ആവണം.
പിന്നെ ഇമ്പോർട്ടഡ് ടൈൽസ് വേണം. അതിനൊത്ത് ഭംഗിയുള്ള സാനിറ്ററി ഐറ്റംസും വേണം. ഇതെല്ലാം വാങ്ങുമ്പോ ബഡ്ജറ്റും ഫ്രണ്ട്ലി ആവണം. ഇങ്ങനെയൊക്കെ ആണേലും നമ്മുടെ ഇഷ്ടത്തിന് യാതൊരു കോംപ്രമൈസും പാടില്ല. അതെ, കറക്റ്റ് സ്ഥലത്താ വന്നേ. യാതൊരു കോംപ്രമൈസും വേണ്ട. കറക്റ്റ് സ്ഥലത്ത് വന്ന ഒരു കോംപ്രമൈസും ഇല്ല. ഹൗസ് ഓഫ് ടൈൽസ് നിങ്ങളുടെ വീടിന് ആവശ്യമായിട്ടുള്ള എല്ലാ തരത്തിലുള്ള ടൈൽസിനും സാനിറ്ററി ഐറ്റംസിനും വിശ്വസ്തയോടു കൂടി സമീപിക്കാവുന്ന സ്ഥാപനം ഹൗസ് ഓഫ് ടൈൽസ്, കൂത്താട്ടുകുളം, കൊച്ചി. കാർ ആക്സസറീസ് രംഗത്ത് വർഷങ്ങളുടെ പ്രവൃത്തി പരിചയവുമായി കാർ എക്സ്പോ കൂത്താട്ടുകുളം ബാപ്പുജി ജംഗ്ഷനിൽ. പ്രമുഖ ബ്രാൻഡുകളുടെ ആൻഡ്രോയിഡ് സ്ക്രീനുകൾ, റെക്കോർഡിംഗ് ക്യാമറ, സ്പീക്കർ, LED ഹെഡ് ലാമ്പുകൾ എന്ന് തുടങ്ങി എല്ലാവിധ വാഹനങ്ങളുടെ കീ ഡ്യൂപ്ലിക്കേറ്റിംഗ്, കീ സെൻസറിംഗ്, റിമോട്ട് കീ, സെൻട്രൽ ലോക്ക്, പവർ വിൻഡോ, റിവേഴ്സ് സെൻസർ, കൂടാതെ വാഹനങ്ങൾക്ക് അനുയോജ്യമായ വീൽ കപ്പുകൾ, സീറ്റ് കവറുകൾ തുടങ്ങിയ ആക്സസറീസുകൾ തവണ വ്യവസ്ഥയിൽ ചെയ്തു നൽകുന്നു.